സമരം തുടരുന്ന ആശാവർക്കർമാരെ പിന്തിരിപ്പിക്കാൻ സർക്കുലർ ഇറക്കി സർക്കാർ. ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് NHM സ്റ്റേറ്റ് മിഷന്റെ നിർദ്ദേശം. അതിനിടെ സമരത്തിന് പിന്നിൽ അരാജക ശക്തികളെന്ന് ആവർത്തിക്കുകയാണ് CPM നേതൃത്വം. എന്നാൽ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും പിന്നോട്ടില്ലെന്നും സമരക്കാരും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഓണറേറിയത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിലാണ് ആശാവർക്കർമാർ. എന്നാൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനു പകരം മുന്നറിയിപ്പ് നൽകുകയാണ് സർക്കാർ. അടിയന്തരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന നിർദ്ദേശം നൽകി NHMന്റെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കുലർ ഇറക്കി. സേവനത്തെ ബാധിക്കാത്ത രീതിയിൽ ആരോഗ്യവകുപ്പ് സംവിധാനം ഒരുക്കണമെന്നും നിർദ്ദേശിക്കുന്നു. ആശാവർക്കർമാർ ഇല്ലാത്ത വാർഡുകളിൽ മറ്റ് സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ച് സേവനത്തിന് തടസ്സമുണ്ടാകാത്ത രീതിയിൽ ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാരുടെ വിശദാംശങ്ങൾ ഗൂഗിൾ ഫോം വഴി ആരോഗ്യവകുപ്പ് ശേഖരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന അന്ത്യശാസന നൽകുന്നത്. ഇതിനിടെ അരാജക ശക്തികളാണ് സമരത്തിന് പിന്നിലെന്ന് ആക്ഷേപം ആവർത്തിച്ച് CPM നേതാക്കളും രംഗത്തു വരുന്നു. ആശാവർക്കർമാർക്ക് പിന്തുണയുമായി UDF നേതാക്കൾ സമരപ്പന്തലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമരവേദിയിലുണ്ട്. ആശാവർക്കർമാരുടെ സമരത്തിൽ അടിയന്തരമായി പരിഹാരമുണ്ടാകണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുമ്പോഴാണ് സർക്കാർ സമ്മർദ്ദ നീക്കം നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.